ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ ആദോനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ. അപ്പം വടവറം, നമ്മളിവിടെ നിലമ്പൂർ വടവറം ഹോസ്പിറ്റലിലാണ് കേട്ടോ അഡ്മിറ്റ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കണം. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അവന് തീരെ പറ്റണില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവനെയും കൊണ്ട് ഞാൻ പുറത്തു കൂടെ ഇങ്ങനെ നടക്കട്ടെ. അപ്പോൾ അവനൊരു ഇഷ്ടമാണ്. 3 നേരം ഇഞ്ചക്ഷൻ ഉണ്ട്, 4 നേരം ആവി എടുക്കണം. ആ സമയമാകുമ്പോൾ ഞങ്ങൾ റൂമിലെത്തും ചെയ്യും. അപ്പം ആദ്യമായിട്ട് വിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അമ്മക്ക് വിളിച്ച് ചോദിച്ചപ്പം ആദൂനാണ് പ്രശ്നം. എന്താണ് ആദ്യോ? അതിപ്പോൾ വരും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികളതിൽ പോകുമ്പോഴത്തേന് സൗണ്ട് കേൾക്കുമ്പോഴത്തേനും അവന് ആദ്യം വിളിച്ചാണ്ട് ഇങ്ങനെ കരയും. എന്തായാലും ആ പ്രശ്നം 2 ദിവസം ഉള്ളതിന് കേട്ടോ. പിന്നെ മാഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു 5 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചായ എടുക്കാനും അതേപോലെ ഉച്ചക്ക് ചോറുന്നാനൊക്കെ ഇങ്ങനെ ക്യാൻറ്റീനിൽ പോയി കഴിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പം എന്നാൽ ഓനൊരു നടത്തമായി, അതിലൊക്കെ കൊണ്ടിങ്ങനെ പോകലുമായി. സിസ്റ്റർമാരെ വെള്ളവസ്ത്രം കാണുമ്പോഴത്തേനും ഓന് പേടിയാട്ടോ. ഇഞ്ചക്ഷൻ വെക്കാനാണെന്നുള്ളൊരു തോന്നലാണ്. അതിൽ പോകുമ്പോഴത്തേനും ഓന് ഇവിടെ കരയും. എന്തായാലും പിടിച്ച് വെച്ചങ്ങാണ്ടാണ് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കൽ. കുറച്ച് നേരം ഇങ്ങനെ ഫോൺ ഇട്ടെടുക്കും, കുറച്ച് നേരം ഉറങ്ങും. പിന്നെ ഒരു കളർ ബുക്കും ക്രയോൺസൊക്കെ കൊണ്ടുവന്നെടുത്ത് അപ്പം അങ്ങനെ അതിമങ്ങനെ ഇരിക്കും കുറച്ച് നേരമൊക്കെ. എന്തിനാ പറയണേ, ഇങ്ങനെ ഒരു 4-5 ദിവസം ഹോസ്പിറ്റലിൽ എനിക്കും തന്നെ ഫുള്ള് റെസ്റ്റ് ചെയ്യണി. 5 ദിവസം വീട്ടിലെത്തിയാൽ നമുക്ക് ഓരോരോ ഓർഡറും കാര്യങ്ങളും കാറ്ററിങ്ങും അങ്ങനെയാണല്ലോ. ഇതിങ്ങോട്ട് ബോറടിച്ച് നേരം പോണില്ലേ ഈ 5 ദിവസം. എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിനൊക്കെ വീട്ടിലെത്തിയ ഒരു കുഴപ്പമൊന്നുമില്ല. മോന് രാത്രി നല്ലൊരു വ്യൂ ആട്ടോ അവിടെ. പിന്നെ ഇടയ്ക്ക് ഒരു രാത്രി ആകുമ്പോൾ നാണിപ്പാക്ക ഉണ്ടാവും, അല്ലെങ്കിൽ മോനുണ്ടാവും, ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും കേട്ടോ. പുറത്ത് കണ്ട് ഇറങ്ങി അവനൊരു വിഷയമുണ്ട്. ഐസ്ക്രീം ചോദിച്ച് കരയാണ്. അപ്പം തണുത്തൊരു ഭക്ഷണം അവന് കൊടുക്കരുത്, കുറേ കാലത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കണം. ആ മൂക്കിൽ ദേഷ്യം കൂടി വന്നതുകൊണ്ടേ. സിസ്റ്റർമാർ ഇഞ്ചക്ഷന് വരാനായിക്കണം കേട്ടോ. അപ്പോൾ ഓലിങ്ങനെ വരുന്ന വണ്ടി ഇങ്ങനെ കണ്ടിട്ടേ ഓനിങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ 3-4 ദിവസമൊക്കെ ആയി. പിന്നെ നാണിപ്പാക്ക ഉണ്ടായിനി അവിടെ കേട്ടോ.
അപ്പോൾ നാണിപ്പാക്കാക്കുന്ന തലവേദന, രാത്രി പെരും തലവേദന ഛർദ്ദിയൊക്കെ ആയങ്ങാണ്ട് മൂപ്പരും ഒരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നു. മൂപ്പര് തായി ഞങ്ങൾ മേലെ. പിന്നെ രാത്രി കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ പിന്നെ മേലൊക്കെ പോന്നു കേട്ടോ ഓനെയും കൊണ്ട്. പെരും തലവേദന, മരുന്ന് കൊടുത്തിട്ടൊന്നും നിൽക്കണില്ല. അപ്പം അങ്ങനെ മരുന്നൊക്കെ കയറ്റി അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. അസുഖമായപ്പോഴേ ഭയങ്കര വാശിയും ദേഷ്യമാണ്. എൻ്റെ കുട്ടി ആദ്യാണ് ആദി. അങ്ങനെ 5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഞങ്ങൾ പോരുക കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയിക്കണ കുറച്ചൊക്കെ നാണിപ്പാക്ക രാവിലെ ഡിസ്ചാർജ് ആക്കുമെന്ന് പറഞ്ഞിനി. അപ്പോൾ കുറച്ചൊക്കെ മൂപ്പരടുത്ത് കൊടുത്തയച്ചു. പിന്നെ കുറച്ച് സാധനമുള്ളൂ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അത് മുന്നിൽ ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി 8-9 മണിയൊക്കെ കഴിക്കണം ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്താലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.